ലോട്ടറി അടിച്ച ഒരാൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പഴയതിനേക്കാൾ വലിയ ദാരിദ്ര്യത്തിലേക്ക് വീണുപോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേവലം കഥയല്ല, ലോകമെമ്പാടുമുള്ള ലോട്ടറി വിജയികളിൽ 70% പേരും 10 വർഷത്തിനുള്ളിൽ പാപ്പരാകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. പണമില്ലാത്തതല്ല അവരുടെ പ്രശ്നം, മറിച്ച് ആ പണം നിലനിർത്താനുള്ള ബോധം അവർക്കില്ല എന്നതാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തതിന്റെ 4 പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ്. ഈ 4 ചിന്താരീതികൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആകാശത്തുനിന്ന് സ്വർണ്ണമഴ പെയ്താൽ പോലും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ വീണ്ടും ദരിദ്രനാകും. നമ്മൾ ഈ ചാനലിൽ മുൻപ് ചെയ്ത 2 വീഡിയോകളിൽ ദുഃഖത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും ഭാഗ്യം എങ്ങനെ ഒരു കഴിവായി വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചും സംസാരിച്ചിരുന്നു. ആ വീഡിയോകൾ കണ്ടവർക്ക് അറിയാം, നമ്മുടെ ജീവിതം നമ്മുടെ ഉള്ളിലെ അനുമാനങ്ങളുടെ പ്രതിഫലനമാണെന്ന്. എന്നാൽ പണം എന്ന ഊർജ്ജത്തെ കൈകാര്യം ചെയ്യാൻ പ്രത്യേകമായ ചില ശീലങ്ങൾ കൂടി ആവശ്യമാണ്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാത്തത്. പണം കയ്യിൽ നിൽക്കാത്തതിന്റെ ഒന്നാമത്തെ കാരണം ദാരിദ്ര്യത്തിന്റെ സ്വയം പ്രതിച്ഛായ, സെൽഫ് ഇമേജ് ഓഫ് പോവർട്ടി ആണ്. ലോട്ടറി അടിച്ച ഒരാളുടെ കയ്യിൽ പണമുണ്ടാകാം, പക്ഷേ അയാളുടെ ഉള്ളിലെ ബോധം ഇപ്പോഴും പഴയ ദരിദ്രന്റേതാണ്. എന്റെ കയ്യിൽ ഇത്രയും പണമോ, എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ അറിയില്ലല്ലോ എന്നൊരു ഭയം അയാളുടെ ഉപബോധമനസ്സിലുണ്ടാകും. ഈ ഭയം കാരണം അയാൾ അറിയാതെ തന്നെ ആ പണം ദൂർത്തടിച്ച് കളയും. പണം വരുന്നത് ഭാഗ്യം കൊണ്ടാകാം, പക്ഷേ അത് നിലനിൽക്കുന്നത് നിങ്ങളുടെ അർഹതാബോധം കൊണ്ടാണെന്ന് നമ്മൾ ഭാഗ്യത്തിന്റെ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കാണണം, കാരണം അർഹതയില്ലാത്ത ഒരാളുടെ കയ്യിൽ പണം ഒരു ശാപമായി മാറും. രണ്ടാമത്തെ കാരണം പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ ആണ്. പണം എല്ലാ തിന്മകളുടെയും വേരാണ്, പണക്കാരെല്ലാം മോശക്കാരാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പണത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരു മോശക്കാരൻ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിരോധാഭാസം കാരണം പണം നിങ്ങളുടെ കയ്യിൽ വന്നാലും അത് ഏതെങ്കിലും നഷ്ടങ്ങളിലൂടെയോ അനാവശ്യ ചിലവുകളിലൂടെയോ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഉള്ളിലെ ഇത്തരം തെറ്റായ ധാരണകൾ തിരുത്തുക എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. മൂന്നാമത്തെ ശീലം അഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫോക്കസിംഗ് ഓൺ ലാക്ക് എന്നതാണ്. എത്ര പണം കയ്യിലുണ്ടെങ്കിലും ഇത് തീർന്നുപോയാലോ, അല്ലെങ്കിൽ ഇതൊന്നും ഒന്നിനും തികയില്ല എന്ന് നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് എനിക്ക് പണമില്ല എന്നാണ്. നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അതാണ് നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. പണമില്ല എന്ന തോന്നലിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സമ്പന്നനായി തുടരാൻ കഴിയില്ല. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം മാനസികമായ ദാരിദ്ര്യം ആണ്. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ളപ്പോഴും എനിക്ക് ഇതിന് കഴിയില്ല, ഞാൻ പാവപ്പെട്ടവനാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ ദാരിദ്ര്യം എഴുതിച്ചേർക്കുകയാണ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പണം കയ്യിൽ നിൽക്കാത്ത മാനസികാവസ്ഥയെക്കുറിച്ചാണ്. എന്നാൽ ഇതിന്റെ തുടർച്ചയായി ദാരിദ്ര്യം എന്ന അവസ്ഥയെ എങ്ങനെ വേരോടെ പിഴുതെറിയാമെന്നും സമ്പന്നതയുടെ മാനസികാവസ്ഥ എങ്ങനെ നേടിയെടുക്കാമെന്നും വിശദീകരിക്കുന്ന 2 ഭാഗങ്ങളുള്ള ഒരു വീഡിയോ സീരീസ് വരാനിരിക്കുന്നുണ്ട്. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സമ്പന്നനായി ജീവിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുക എന്നത്. ആ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പണം എന്നത് ഒരു ആയുധം പോലെയാണ്, അത് ഉപയോഗിക്കാൻ അറിയാത്തവന്റെ കയ്യിൽ അത് അപകടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പണം ഒഴുകി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സമ്പന്നതയുടെ എല്ലാ സാധ്യതകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കമന്റുകൾ നിങ്ങളുടെ മാറ്റത്തിന്റെ തുടക്കമാകട്ടെ. ഭാഗ്യവും സന്തോഷവും നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതുപോലെ തന്നെ സമ്പത്തും ഒരു മാനസികാവസ്ഥയാണ്. വരാനിരിക്കുന്ന വീഡിയോകളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ സംസാരിക്കാം. അതുവരെ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നന്ദി.